ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറയണം, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പോണ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, കറണ്ടും പോയി. അത് കാരണം ലാസ്റ്റ് ഭാഗത്തൊക്കെ സൗണ്ട് വളരെ ലൈറ്റായ രീതിയിലാണ് സൗണ്ടൊക്കെ നമ്മൾ ചെയ്തത്. ഒരുപാട് സൗണ്ട് എടുത്തൊന്നും നമ്മൾ സംസാരിച്ചില്ല, കാരണം സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയുക, ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഡിമ്മാണ് ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോയിലും അതേപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ, കുറഞ്ഞു വരുന്ന ഒരവസ്ഥ തന്നെയാണ് വരുന്നത്. അപ്പൊ ദയവായി ക്ഷമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. പരമാവധി നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും. പിന്നെ ക്യാമറയുടെ ക്ലാരിറ്റി നമ്മൾ നല്ല രീതിയിൽ വരുന്നവരെ കാത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ടോപ്പിക്സ് ഒക്കെ വളരെ എന്താ പറയാ, തീരാത്ത ഒരവസ്ഥയിലോട്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ വീഡിയോ എടുത്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ടോപ്പിക്സ് ഒക്കെ പറയാമെന്ന് ഒരു തീരുമാനം എടുക്കായിരുന്നു, പക്ഷെ അത് ശരിയാവില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം. ഈ വീഡിയോ നമ്മൾ പോസ് ചെയ്താണ് എടുത്തേക്കണത്. അത് ഈ ഒരു അവസ്ഥയിലാണ്. അതും നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. അപ്പൊ നമുക്ക് പറയാം more about alkenes. By successive substitution of one hydrogen atom of the hydrocarbon by one radical of CH3, we obtain a series of hydrocarbons, each differing from the other by one group of CH2. By successive substitution of one carbon atom of the hydrocarbon by one radical of CH3, we obtain a series of hydrocarbons, each differing from the other by one group of CH2. By successive substitution of one hydrogen atom of the hydrocarbon by one radical of CH3, we obtain a series of hydrocarbons, each differing from the other by one group of CH2. Methane CH4, ethane CH3, propane CH3, butane CH3, pentane CH3, hexane CH3, heptane CH3, CH2, octane CH3, CH3, nonane CH3, CH3, decane CH3, CH3. Such a series where every last term of the line differs from the former by a CH2 group is a homologous series.
such a series where every last term of the line differs from the former by a CH2 group is a homologous series. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. മീഥൈൻ CH4, ഈഥൈൻ CH3CH3, പ്രൊപ്പൈൻ CH3CH2CH3, ബ്യൂട്ടൈൻ CH3CH2CH2CH3, ബ്യൂട്ടൈൻ CH3CH2CH2CH3, പെൻറ്റൈൻ CH3CH2CH2CH2CH3, ഹെക്സൈൻ CH3CH2CH2CH2CH3, ഹെപ്റ്റൈൻ CH3CH2CH2CH2CH2CH3, octane CH3CH2CH2CH2CH2CH2CH3, nonine CH3CH2CH2CH2CH2CH2CH3, decane CH3CH2CH2CH2CH2CH2CH2CH3, such a series where every last term of the line differs from the former by a CH2 group is a homologous series. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ മീഥൈൻ CH4 തുടങ്ങി ഡിക്കെയിൻ വരെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. വേറെ ഒന്നുമല്ല, CH2 എന്നൊക്കെ എന്താ പറയാ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്പെല്ലിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലും, സ്പെല്ലിംഗ് അല്ല, നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഇതൊരു എന്താ പറയാ, വായിക്കുമ്പോൾ തന്നെ നല്ലൊരു സൗന്ദര്യം ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പം അതൊന്ന് മനസ്സിലാക്കി പോവുക. ഉള്ള ക്ലാരിറ്റി വെച്ച് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആകുന്നുള്ളൂ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കാം. ക്ലാരിറ്റി അങ്ങ് അത്ര പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. കുറെ നാളായിട്ട് ഈ പ്രശ്നം ഇല്ലായിരുന്നു നമ്മുടെ വീഡിയോയിൽ. അപ്പം എന്താണെന്നറിയില്ല. ഇനി നമുക്ക് പറയാനുള്ളത് alkenes in nature. Some alkenes are formed through the slow decomposition of organic substances like wood, lignite, and mineral coal. Large quantities of alkenes occur in mineral oil and natural gases. Hence, paraffin in mineral oil is a mixture of superior alkenes. Some plants also contain alkenes with a larger number of carbon atoms. Alkenes can be put to several uses. They can be used to obtain chemical compounds and can be used as fuels. Methyl chloride is a frigorific agent. Prussic acid is used to obtain synthetic fiber. It is difficult to extract alkenes from the natural product because their properties are very much like and their boiling points are very close to each other. ആൽക്കനീസ് നേച്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് മീഥൈൻ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മീഥൈൻ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. മോളിക്കുലർ ഫോർമുല CH4, ഇലക്ട്രോണിക് ഫോർമുല HCHH, സ്ട്രക്ചർ ഫോർമുല HHCHH, ഷേപ്പ് ഓഫ് ദ മീഥൈൻ മോളിക്യൂൾ, ബോണ്ട് ആംഗിൾ, ടെട്രാഹെഡ്രൽ 109.5 degree, molecular mass 16 AMU, common name marsh gas, prepared in laboratory by the action of sodium acetate on soda lime equal NaOH plus CaO, CH3 COO Na plus NaOH CaO,
Na2CO3 plus CH4. This reaction is called decarboxylation. Physical properties: colorlessness, odorlessness, tastelessness, lighter than air, and water, insoluble in water. Greenhouse gas traps infrared radiation. Chemical properties: combustion, it burns with a violent explosion, forming carbon dioxide and water vapor. CH4 plus 2O2, CO2 plus 2H2O plus heat. Pyrolysis, heat lysis, breakdown. Thermal decomposition of methane in the absence of air yields its constituent elements, that is carbon and hydrogen. This reaction is called pyrolysis. CH4, 1000 degrees Celsius, absence of air, C plus 2H2, carbon black. ഒരിക്കൽ കൂടി പറയണം, മീഥേൻ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. Molecular formula CH4, electronic formula HCHH, structural formula HHCHH, shape of the methane molecule tetrahedral, bond angle 109.5 degree, molecular mass 16 AMU. Common name marsh gas. Prepared in laboratory by the action of sodium acetate on soda lime equal NaOH plus CaO, CH3COO, Na plus NaOH, CaO, Na2CO3 plus CH4. This reaction is called decarboxylation. Physical properties: colorlessness, odorlessness, tastelessness, lighter than air and water, insoluble in water. Greenhouse gas traps infrared radiation. Chemical properties: combustion, it burns with a violent explosion, forming carbon dioxide and water vapor. CH4 plus 2O2, CO2 plus 2H2O plus heat. Pyrolysis, heat lysis, breakdown. Thermal decomposition of methane in the absence of air yields its constituent elements, that is carbon and hydrogen. This reaction is called pyrolysis. CH4, 1000 degrees Celsius, absence of air, C plus 2H2, carbon black. CH4, 1000 degrees Celsius, absence of air, C plus 2H2, carbon black. In a limited supply of air, carbon monoxide is formed. 2CH4 plus 3O2, 2CO plus 4H2O plus heat. Substitution with chlorine, chlorination. The hydrogen atoms of methane get substituted one after the other by chlorine atoms to form 4 substitution products as follows. 1 methyl chloride, IUPAC, name monochloromethane. HCHH plus Cl2, sunlight. HCl plus HCl. ഒരിക്കൽ പറയാണ്, 1 methane chloride, IUPAC, name monochloromethane. HCHH plus Cl2, sunlight. HCHCl plus HCl. Second, methylene dichloride, IUPAC, name
dichloromethane, methylene dichloride, IUPAC name dichloromethane, HCl plus Cl2, HCl plus Cl2, HCl plus HCl. 3 chloroform, IUPAC name dichloromethane, Cl plus Cl2, HCl plus HCl, HCl plus Cl2, Cl plus HCl. For carbon tetrachloride, IUPAC name tetrachloromethane, Cl plus Cl2, Cl plus HCl. Carbon tetrachloride, IUPAC name tetrachloromethane, Cl plus Cl2, Cl plus HCl. Uses of methane. Domestic fuel. It is a component of natural gas, biogas, coal gas, etc. Carbon black produced by pyrolysis of methane is used as a filler for natural rubber. Hydrogen produced during pyrolysis is used in the manufacture of ammonia, which acts as a raw material for nitrogenous fertilizers. It is also used in paints and printers ink. Chloroform, a substitution product of methane, has a anesthetic properties. Carbon tetrachloride, a substitution product of methane, is used as a solvent. A substitution product of methane has anesthetic properties. Carbon tetrachloride, a substitution product of methane, is used as a solvent. Biomass as a fuel. Biogas. Biomass as a fuel. Biogas. Biogas is a clean and efficient fuel which is formed by the mixture of methane, CH4, carbon dioxide, CO2, hydrogen, H2, and hydrogen sulfide, H2S. The chief constituent of biogas is methane, 65%. Production biogas, the biogas plants. Production of biogas, the biogas plants. There are two types of biogas plants in use for the production of biogas. There are one, the fixed dome type of biogas plant, and two, the floating gas holder type of biogas plant. Advantages of biogas as a fuel. High calorific value. 1. High calorific value. 2. Clean fuel. 3. Non-polluting. 4. Economical. 5. Can be supplied through pipelines. And 6. Has a convenient ignition temperature. Uses of biogas. 1. Domestic fuel.
2 for street lighting, and 3 for generation of electricity. Advantages of biogas plants: 1. Reduces burden on forest and fossil fuels. 2. Produces a clean fuel, helps in controlling air pollution. 3. Provides nutrient-rich NNP manure for plants and 4. Controls water pollution by decomposing sewage, animal dung and human excreta. Limitations of biogas plants: initial cost of installation of the plant is high, and 2. The number of cattle owned by an average family of farmers is insufficient to feed a biogas plant. Limitations of biogas plants: 1. Initial cost of installation of the plant is high, and 2. The number of cattle owned by an average family of farmers is insufficient to need a biogas plant. ഇനി നമുക്ക് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് പറയാനുണ്ട് ഇതിന് ശേഷം വരുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറച്ച് ടോപ്പിക്സ് മാറ്റിയിട്ടിരുന്നു. അപ്പോൾ ആ ടോപ്പിക്സ് ആണ് ഇനി പറഞ്ഞതിന് ശേഷം നമുക്ക് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് പറയാം. ഇനി നമുക്ക് പറയണത് ലീവി സിംബൽസ് ആണ് പറയണത്. ലീവി സിംബൽസ് are also known as electronic dot symbols. By the system, the valency of an element is represented by dots with the name of symbol inside. Bond energy is the energy required to break bond and to separate the bonded atoms. Bond length is the distance between the nuclei of bonded atoms. Chemical bond is the attractive force that holds together the constituents atoms in a molecule. Chemical bond is the attractive force that holds together the constituents atoms in a molecule. ലൂവി സിംബൽസും മനസ്സിലാന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മീഥേൻ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മോളിക്കുലർ ക്രിസ്റ്റൽസ് ആൻഡ് ലിക്വിഡ്സ്. Properties of molecular crystals and liquids. Properties of molecular crystals and liquids. The following are general properties based on experiments. A. Neither the liquids nor the solids conduct electric current appreciably. B. Many exist as gases at room temperature and atmospheric pressure, and many solids and liquids are relatively volatile. C. The melting points of solid crystals are relatively low. D. The boiling points of the liquids are relatively low. E. The solids are generally soft and have waxy consistency. F. A large amount of energy is often required to decompose the substance chemically into simpler substances. F. A large amount of energy is often required to decompose the substance chemically into simpler substances. Properties of molecular crystals and liquids ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ നൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് നമുക്ക് പറയാനുള്ളത്. Notation of molecules. Molecules are indicated by combining the symbols of the participating atoms. Sodium, Na and chlorine, Cl. For example, from the molecules are indicated by combining the symbols of the participating atoms. Sodium, Na and chlorine, Cl. For example, form the molecule sodium chloride table salt. It is written as NaCl. More than one atom is indicated by a
numerical subscript. For example, H2O means that the water molecule consists of 2 atoms of hydrogen and 1 of oxygen. Certain combinations of atoms form stable groups called radicals, which form chemical bonds as an intact unit. If a molecule contains more than one of a given radical, its written formula emphasizes this by using parentheses. Calcium phosphate, a major constituent of bones and teeth, is written Ca3PO42 rather than Ca3P2O8 to indicate that the molecule contains 2 units of the phosphate radical PO4. Molecules may contain units associated by electrostatic attraction rather than full chemical bonds. The common mineral gypsum is written as CaSO4 2H2O, in which the centered dot indicates that 2 molecules of water are electrostatically associated with one of calcium sulfate. This water can be removed by heating the gypsum, resulting in calcium sulfate. The common mineral gypsum is written as CaSO4 2H2O, in which the centered dot indicates that 2 molecules of water are electrostatically associated with one of calcium sulfate. This water can be removed by heating the gypsum, resulting in calcium sulfate. ഇനി പറയാൻ പോകുന്ന notation of ions. Notation of ions. A ion is a chemical species, an atom, a group of atoms, or a subatomic particle that carries an electric charge. The charge is indicated by a superscript plus or minus sign. The hydrogen ion is H+, the ammonium ion NH+4, and the electron itself is E negative. Each species bears a single charge. Multiple charges may be indicated either as CO-3 or carbonate ion. Notation of ions. An ion is a chemical species, an atom, a group of atoms, or a subatomic particle that carries an electric charge. The charge is indicated by a superscript plus or minus sign. The hydrogen ion is H+, the ammonia ion NH+4, and the electron itself is E negative. Each species bears a single charge. Multiple charges may be indicated either as CO-3 or carbonate ion. Notation of ions നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഈക്വിലിബ്രിയം notations ആണ് ലാസ്റ്റ്. Equilibrium notations. In many reactions, the new products can immediately revert back to the original reactants when both the forward and reverse reaction occur simultaneously. The reactants as well as the products are present in the chemical system, and eventually they reach a state of. In many reactions, the new products can immediately revert back to the original reactants when both forward and reverse reactions occur simultaneously. The reactants as well as the products are present in the chemical system, and eventually they reach a state of
equilibrium. This is indicated by a double arrow, H2 plus L2, 2HL. Here hydrogen and iodine react to form hydrogen iodide, which in turn can decompose back to its elements. They reach a state of equilibrium. This is indicated by a double arrow, H2 plus L2, 2HL. Here hydrogen and iodine react to form hydrogen iodide, which in turn can decompose back to its elements. Equilibrium notations നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. അതൊരു ബോക്സിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി പറയാനുള്ളത് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. Sterilization refers to the process of complete elimination of microorganisms. The chemicals used for sterilization are classified as 1. Antiseptics and 2. Disinfectants. Sterilization refers to the process of complete elimination of microorganisms. The chemicals used for sterilization are classified as 1. Antiseptics and 2. Disinfectants. A. Antiseptics. They can be used to kill bacteria or prevent them from multiplying, since they do not harm living tissue. They can be applied on cuts and wounds. Some of the antiseptics are Dettol, Cetaphilone, Savlon, Acryflavin, Gentian violet, mercurochrome, boric acid and potassium permanganate. B. Disinfectants. Disinfectants are used to kill bacteria. They harm living tissue, so they cannot be used on the skin. They are used to sterilize instruments, utensils, clothes, floors, sanitary fittings, sputum and excreta. Phenol, methyl phenol, hydrogen peroxide and sulfur dioxide are some of the examples. ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ബോക്സ് തന്നെയാണ്. C1 CH3 H3COH, ഡെറ്റോൾ, ക്ലോറോക്സിലെനോൺ പ്ലസ് ടെർപെനോൾ. CH3Cl H3COH, ഡെറ്റോൾ, ക്ലോറോക്സിലെനോൺ പ്ലസ് ടെർപെനോൾ. CH3SO2N NaCl, chloramine T. CH3SO2N ClCl, dichloramine T. ജസ്റ്റ് ഇതൊന്ന് എന്താ പറയാ, ഈ ഫിഗർ ഒന്ന് ഓർക്കുക. Sometimes the same substance may act as an antiseptic or as disinfectant. When the concentration is lower, it is an antiseptic, and when the concentration is higher, the substance acts as disinfectant. For instance, 0.2% solution of phenol is an antiseptic, and 1.0% solution of phenol is a
disinfectant. Sometimes the same substance may act as an antiseptic or as disinfectant. When the concentration is lower, it is an antiseptic, and when the concentration is higher, the substance acts as disinfectant. For instance, 0.2% solution of phenol is an antiseptic, and 1.0% solution of phenol is a disinfectant. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ്, വാട്ടർ സ്ട്രക്ചർ ഓഫ് വാട്ടർ. ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ഒരു ടോപ്പിക്ക് നോക്കാം. അതിന് ശേഷം എന്ന് വെച്ചാൽ ഇനി നമുക്ക് നോക്കാം നൊട്ടേഷൻ ഓഫ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് അതിന് ശേഷം നൊട്ടേഷൻ ഓഫ് റിയാക്ഷൻസ് പറഞ്ഞതിന് ശേഷം നമുക്ക് വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ എൻവയോൺമെന്റ്, വാട്ടർ സ്ട്രക്ചർ ഓഫ് വാട്ടർ പറയാം. നമുക്ക് പറയാം നൊട്ടേഷൻ ഓഫ് റിയാക്ഷൻസ്. Notation of reactions. Notation of reactions. The heart of chemistry is the reaction in which substances change through the process of chemical bonding. Chemists show the changes that take place by the use of an arrow pointing to the right. The reactants or starting materials appear to the left and the products to the right. Hydrogen plus oxygen, water, using the symbols for each substance. 2H2O plus O2, 2H2O. The heart of chemistry is the reaction in which substances change through the process of chemical bonding. Chemists show the changes that take place by the use of an arrow pointing to the right. The reactants or starting materials appear to the left and the products to the right. Hydrogen plus oxygen, water, using the symbols for each substance. 2H2O plus O2, 2H2O. This equation is balanced that is the same numbers of atoms of each element appear on both sides of the reaction. Thus, two molecules of hydrogen clearly react with one of oxygen to form two molecules of water. The physical phase of the reactant or the product is often usefully indicated. The symbols commonly used are S for solid, L for liquid, G for gas, and AQ for aqueous. Therefore, the reaction describing the preparation of hydrogen from zinc and hydrochloric acid may be written as ZnS plus 2HCl AQ, H2G plus ZnCl2 AQ, ZnS plus 2HCl AQ, H2G plus ZnCl2 AQ. The solution of ammonia NH3 in water to form ammonium and hydroxide ion is described by NH3G plus H2OL, NH plus 3AQ plus OH negative AQ, NH3G plus H2OL, NH plus 3AQ plus OH negative AQ. Similarly, the formation of a gas is emphasized by an upward pointing arrow and a precipitate insoluble solid by a downward pointing arrow. The symbols are used only for products. CaCO3 plus 2HCl, CaCl2 plus H2O plus CO2, AgNO3 plus KCl, KNO3 plus AgCl. Similarly, the formation of a gas
is emphasized by an upward pointing arrow and a precipitate insoluble solid by a downward pointing arrow. The symbols are used only for products CaCO3 plus 2HCl, CaCl2 plus H2O plus CO2, AgNO3 plus KCl, KNO3 plus AgCl. ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സിമിലർലി ദ ഫോർമേഷൻ ഓഫ് എ ഗ്യാസ് ഈസ് എംഫസിസ്ഡ് ബൈ ആൻ അപ്വേർഡ് പോയിന്റിംഗ് ആരോ ആൻഡ് എ precipitate insoluble solid by a downward pointing arrow. The symbols are used only for products എന്ന്. അപ്പൊ ഈ ആരോകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്വേർഡ് പോയിന്റിംഗ് ആരോവും ആൻഡ് ഡൗൺവേർഡ് പോയിന്റിംഗ് ആരോ. ദി സിംബൽസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇതിൽ തന്നെ കൊടുത്തേക്കം തന്നെയാണെങ്കിൽ പോലും നമ്മൾ പറയണമെന്നുള്ളൂ. അപ്പം സിംബൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഡൗൺവേർഡ് പോയിന്റിംഗ് ആരോ, അപ്വേർഡ് പോയിന്റിംഗ് ആരോ, ഡൗൺവേർഡ് പോയിന്റിംഗ് ആരോ. നൊട്ടേഷൻസ് റിയാക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് ദ സിംബൽസ് ഫോർ ഈച്ച് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. എന്തായാലും ഈ ആരോവും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇങ്ങനെ തന്നെ വായിച്ചു പോയേക്കാണ്. അപ്പൊ നിങ്ങള് പരമാവധി ഇത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പോണം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞുള്ളൂ. ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് പോരാന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നൊട്ടേഷൻ റിയാക്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ് നോക്കാം. നമുക്ക് നോക്കാം വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ്. വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ്. വാട്ടർ ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ്. വാട്ടർ structure of water. Water can exist in all three states of matter on earth, while only in one state on or two nearest neighboring planets. Water is a covalently bonded polar molecule. Water is a covalently bonded polar molecule. This unequal sharing of the electrons results in a slightly positive side and a slightly negative side of the molecule. Other molecules such as ethane are non-polar, having neither a positive nor a negative side. The way the electrons are shared differentiates between polar water and non-polar ethane molecules. In polar molecules, the electrons are unequally shared, whereas in non-polar molecules, the electrons are equally shared within their covalent bonds. This links up through the hydrogen bond discussed earlier. Consequently, water has a great interconnectivity of individual molecules. It is caused by the individually weak hydrogen bonds that can be quite strong when taken by a billion. Formation of a hydrogen bond takes place between the hydrogen side of one water molecule and the oxygen side of the another water molecule. Water has been referred to as the universal solvent. Living things are composed of atoms and molecules within aqueous solutions that have materials dissolved in water. Solutions are uniform mixtures of the molecules of two or more substances. The solvent is usually the substance present in the greatest amount and is usually also liquid. The substances of lesser amounts are the solutes.
The solubility of many molecules is determined by their molecular structure. Mixing like oil and water is a familiar phrase. The biochemical basis for this phrase is that organic macromolecules known as lipids, of which fats are an important although often troublesome group, have areas that lack polar covalent bonds. The polar covalently bonded water molecules act to exclude non-polar molecules, causing the fats to clump together. The structure of many molecules can greatly influence their solubility. Sugars such as glucose have many hydroxyl OH groups which tend to increase the solubility of the molecule. The solubility of many molecules is determined by their molecular structure. Mixing like oil and water is a familiar phrase. The biochemical basis for this phrase is that organic macromolecules known as lipids, of which fats are an important, although often troublesome group, have areas that lack polar covalent bonds. The polar covalently bonded water molecules act to exclude non-polar molecules, causing the fats to clump together. The structure of many molecules can greatly influence their solubility. Sugars such as glucose have many hydroxyl OH groups which tend to increase the solubility of the molecule. Water tends to dissociate into H plus and OH negative ions. In this dissociation, oxygen retains the electrons and only one from the hydrogen, becoming a negatively charged ion known as hydroxide. Pure water has the same number or concentration of H plus as OH negative ions. Acidic solutions have more H plus ions than OH negative ions. Basic solutions have the opposite. An acid causes an increase in the numbers of H plus ions, and a base causes an increase in the numbers of OH negative ions. Acidic solutions have more H plus ions than OH negative ions. Basic solutions have the opposite. An acid causes an increase in the numbers of H plus ions, and a base causes an increase in the numbers of OH negative ions. Water tends to dissociate into H plus and OH negative ions. In this dissociation, oxygen retains the electrons and only one from the hydrogen, becoming a negatively charged ion known as hydroxide. Pure water has the same number or concentration of H plus as OH negative ions. Acidic solutions have more H plus ions than OH negative ions. Basic solutions have the opposite. An acid causes an increase in the numbers of H plus ions, and a base causes an increase in the numbers of OH negative ions. ഇനി നമുക്ക് കുറച്ച് ഫിഗേഴ്സ് ആണ് നോക്കാനുള്ളത്. ഇതിൽ തന്നെ ആ ഫിഗേഴ്സ് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് വാട്ടറിന്റെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എൻവയോൺമെന്റ്, വാട്ടർ, സ്ട്രക്ചർ ഓഫ് വാട്ടറിൽ ഫിഗർ ആണ് പറയുന്നത്. ഫിഗർ 2.12 സ്ട്രക്ചർ ഓഫ് വാട്ടർ. ഫിഗർ 2.12 സ്ട്രക്ചർ ഓഫ് വാട്ടർ. 0.001, 0.01, 0.1, 1, 10, 100, 1000. Vapor pressure of water millibars. 200, 300, 400, 500,
600 700 temperature Kelvin. Venus regime gas 273.16 triple point liquid earth regime Mars regime solid ഇത്രയാണ് ഇതില് വരുന്നത്. വീനസ് റെജിം ഗ്യാസ് 273.16 ട്രിപ്പിൾ പോയിന്റ് ലിക്വിഡ് എർത്ത് റെജിം മാർസ് റെജിം സോളിഡ്. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നമ്മള് വീഡിയോയില് ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. വേപ്പർ ഫിഗർ 2.12 സ്ട്രക്ചർ ഓഫ് വാട്ടർ, വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ മില്ലി ബാർസ്. നമ്മൾ പറയണത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ട് ദയവത് ക്ഷമിക്കാട്ടോ, പ്രത്യേകം പറയാണ്. ഇനി ഫിഗർ 2.13 പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഫിഗർ 2.13 പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. വാട്ടർ എ പോളാർ മോളിക്യൂൾ, ഈഥെയ്ൻ എ നോൺ പോളാർ മോളിക്യൂൾ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. വാട്ടർ എ പോളാർ മോളിക്യൂൾ, ഈഥെയ്ൻ എ നോൺ പോളാർ മോളിക്യൂൾ. എമ്മോ എല്ലി എന്നാണ് വരുന്നതിന് പകരം എമ്മ എല്ലി എന്നാണ് കൊടുത്തേക്കുന്നത്. ഈഥെയ്ൻ എ നോൺ പോളാർ എന്നുള്ളടത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എന്തായാലും ഇത് എമ്മ എല്ലി എന്നല്ല, എമ്മോ എല്ലി എന്നാണ് വരുന്നത്. ഈഥെയ്ൻ എ നോൺ പോളാർ മോളിക്യൂൾ എന്നാണ് വരുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്. ഫിഗർ 2.13 പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഫിഗർ 2.13 പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. വാട്ടർ എ പോളാർ മോളിക്യൂൾ, ഈഥെയ്ൻ എ നോൺ പോളാർ മോളിക്യൂൾ. വാട്ടർ എ പോളാർ മോളിക്യൂൾ, ഈഥെയ്ൻ എ നോൺ പോളാർ മോളിക്യൂൾ. ഈ ഫിഗറും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കണം വീഡിയോയില്. നമുക്ക് എവിടെ നിന്ന് ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഞാൻ അടുത്ത ഫിഗർ നോക്കാം. ഫിഗർ 2.14 dissolution of an ionically bonded compound sodium chloride by water molecules. Figure 2.14 dissolution of an ionically bonded compound sodium chloride by water molecules. Water molecules chloride ion Cl negative, sodium ion Na+, undissolved sodium chloride. Figure 2.14 dissolution of an ionically bonded compound sodium chloride by water molecules. Water molecules chloride ion Cl negative. Water molecules chloride ion Cl negative, sodium ion Na+, undissolved sodium chloride. Water molecules chloride ion Cl negative, sodium ion Na+, undissolved sodium chloride. ഈ ഫിഗർ കൂടി ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്. ഫിഗർ 2.14 dissolution of an ionically bonded compound sodium chloride by water molecules.
വാട്ടർ മോളിക്യൂൾസ് ക്ലോറൈഡ് അയൺ Cl നെഗറ്റീവ്, സോഡിയം അയൺ Na+, അൺഡിസോൾവ്ഡ് സോഡിയം ക്ലോറൈഡ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയണത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയർ റിയാക്ഷൻസ്. In nuclear chemistry, the constituents of the nucleus itself, the protons and the neutrons, undergo a change. The number of each must be designated in order to follow the courses of the reaction. Their sum is the mass number of a given atom and is written either as a superscript to the atomic symbol or as a number following the name of the element. For instance, 235U and 238U both represent the isotope of uranium that has a total of 235 protons and neutrons. All uranium isotopes have 92 protons. This information is sometimes presented as a subscript. Thus, two isotopes of uranium. The former with 143 neutrons and the later with 146. Thus, two isotopes of uranium, the former with 143 neutrons and the later with 146. The symbol for the proton itself is 1p1 plus for the neutron, 0,1n and for the electron usually E negative. The equation for a nuclear reaction must be balanced with the respective mass number, protons and charge. 238 92U plus 0,1n, 238 92UnP plus. In the above transmutation of uranium to neptunium, the conversion of a neutron to a proton and an electron results in an increase in the atomic number but no change in the mass number. In the above transmutation of uranium to neptunium, the conversion of a neutron to a proton and an electron results in an increase in the atomic number but no change in the mass number. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ കൈനറ്റിക്സ്. Chemical kinetics is the study of factors important for the speed at which a reaction forms product molecules. The final distribution of products and unconsumed reactants is often predetermined by the nature of the process and is representative of the chemical equilibrium or balance that is achieved. കെമിക്കൽ കൈനറ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് റിയാക്ഷൻ മെക്കാനിസം ആണ് പറയാനുള്ളത്. റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ബാലൻസ് ഭാഗം സിന്തറ്റിക് പെട്രോൾ ഓർ ഗ്യാസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതല്ല, അതിന് മുന്നേ വേറെ ടോപ്പിക് വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ക്രാക്കിങ്ങും റീഫോമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നുണ്ട്. ക്രാക്കിങ് റീഫോമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് അതിൻ്റെ സൈഡിലായിട്ടാണ് റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ബാലൻസ് ഭാഗം വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറയണമെന്നുള്ളൂ. ഈ ബുക്കിന്റെ ഒരു എന്താ പറയുക ടോപ്പിക്സിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. ഇപ്പൊ ഇതിലൊരു എന്താ പറയാ പല സ്ഥലങ്ങളിലായിട്ടാണ്
ചില ടോപ്പിക്കൊക്കെ എൻ്റെ ബാലൻസ് ഭാഗമൊക്കെ വരുന്നത്. എല്ലാ ടോപ്പിക്സും അല്ല, ചില ടോപ്പിക്സുകളിൽ തുടക്കം ഒരു സ്ഥലത്തും അതിൻ്റെ അവസാനം വേറൊരു സ്ഥലത്തായിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. നമുക്ക് നോക്കാം റിയാക്ഷൻ മെക്കാനിസം. Chemical kinetics is the study of the rates of chemical reactions and the factors that control both the yields of product molecules and the consumption of the reactive species. A detailed molecular picture showing the process at the most elementary level is known as reaction mechanism. റിയാക്ഷൻ മെക്കാനിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് പെട്രോളിയം, ക്രൂഡ് ഓയിൽ. പെട്രോളിയം കൺസിസ്റ്റ് primarily of 3 groups of compounds. 1 alkanes of both the straight and the branched chain types, varying in length from methane up to C70H142 approximately, to cycloalkanes. These are cyclic saturated compounds such as cyclopentane and cyclohexane. In common with the alkanes, these are chemically rather unreactive. 3 aromatic hydrocarbons such as benzene, toluene and squalene, which are abundant in some crude oils. Crude oil is separated into fractions by distillation on the basis of boiling points. Typical fractions are listed in the table given above. These fractions may be further refined by distillation and may be amended by further chemical or physical treatment to enrich specific compounds required for industrial use. Crude oil is a mixture of hydrocarbons believed to have originated from bacterial decomposition of animal and vegetable fats under high pressure and atmospheric temperature. It is converted into a variety of products by fractional distillation based on the principle that the lower hydrocarbons boil at lower temperatures than the higher hydrocarbons. Cracking and reforming. അടുത്തത് cracking and reforming. Gasoline, petrol, kerosene and diesel oil are the most important fractions of fractional distillation of crude oil. The demand for these products has increased due to rapid industrialization and growth of the automobile industry. The yields of these products are increased by cracking and the quality of motor fuel is improved by reforming. ഇനി നമുക്കൊരു ടേബിളാണ് പറയാനുള്ളത്. ടേബിൾ 2.6 ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടെമ്പറേച്ചർ റേഞ്ച് K approximately percentage uses. Fractional distillation temperature range K approximately percentage uses. 1. Gaseous hydrocarbons 293. 3. As fuel and for gasoline and rubber manufacture. 2. Light distillates petroleum either 293 minus 363. 3. As solvent in varnish, dry cleaning. Petrol or gasoline 343 minus 473.
32 motor fuel. Kerosene oil 450 minus 560, 18 fuel and illuminant. 3 intermediate distillates, gas, oil, diesel or heavy oil. 525 minus 673, 20 fuel. 4 heavy distillates, lubricant, oils, gases and petroleum jelly. 673 uses as a lubricant in toilet, goods, ointments. Paraffin, wax. 673 candles, boot polish, etc. 5 residue. Asphalt, petroleum coke, residue, bitumen and coke. Residue, asphalt, petroleum coke, residue, bitumen and coke. 40 fuel for making electrodes. Fuels for making electrodes. ഇത്രയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ വരുന്നത്. ടേബിൾ 2.6 ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഗ്യാസസ്, ഹൈഡ്രോകാർബൺസ്, ലൈറ്റ് ഡിസ്റ്റിലേറ്റ്സ്, petrol or gas line, kerosene oil, intermediate distillates, gas oil, diesel or heavy oil, heavy distillates, lubricating oils, gases and petroleum jelly, paraffin, wax, residue, asphalt, petroleum coke, residue, bitumen and coke. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതിൽ ടേബിൾ 2.6 ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം എടുത്ത് പറയാണ്. ക്രാക്കിംഗ് ആണ്. Cracking is the process of breaking down the less volatile higher molecular mass hydrocarbons from petroleum into different types of more volatile lower molecular mass hydrocarbons by heating in the presence of a catalyst. For example, CH12 dotane 973K catalyst, C7H16 heptane plus C5H10 pentane. Cracking is the process of breaking down the less volatile higher molecular mass hydrocarbons from petroleum into different types of more volatile lower molecular mass hydrocarbons by heating in the presence of a catalyst. For example, CH12 dotane 973K by catalyst C7H16 heptane plus C5H10 pentane. Reforming. In this process, alkanes containing 6 to 8 carbon atoms reheated at about 873K in presence of a catalyst, platinum, palladium or nickel, leading first to cyclization and then to aromatization or dehydrogenation. This process is used for manufacture of aromatic hydrocarbons such as benzene, toluenes, etc. from alkanes. Reforming. In the process, alkanes containing 6 to 8 carbon atoms reheated at about 873K in presence of a catalyst, platinum, palladium or nickel, leading first to cyclization and then to aromatization or dehydrogenation.
This process is used for manufacture of aromatic hydrocarbons such as benzene, toluenes, etc. from alkanes. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പെട്രോളിയം, ക്രാക്കിംഗ് ആൻഡ് റീഫോമിങ്, ടേബിൾ 2.6 ഫ്രാക്ഷൻ ഓഫ് ഡിസ്റ്റിലേഷൻ, ക്രാക്കിംഗ്, റീഫോമിങ്, അത്രയാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്. അപ്പോൾ ഇത് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈം നമുക്കില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. സിന്തറ്റിക് പെട്രോൾ ഓർ ഗ്യാസ് ലൈൻ. Synthetic petrol or gas line. Synthetic petrol or gas line. In view of depleting crude oil reserves, synthetic methods have been developed for the manufacture of petrol. In view of depleting crude oil reserves, synthetic methods have been developed for the manufacture of petrol. These are one Fischer-Tropsch process. One Fischer-Tropsch process. In this process, water gas, a mixture of CO2 and H2, produced by passing steam over heated coal, is mixed with the excess hydrogen and heated at 523 K at 110 bar in the presence of CO or Ni. Under these conditions, a mixture of hydrocarbons is obtained which is distilled by fraction distillation to Bergius process. In this process, finely powdered coal is made into a paste with heavy oil. The paste is then heated in the presence of hydrogen at 873 K at 250 bar using iron oxide as catalyst. The product is fractionally distilled to get the desired products. This process are useful particularly in countries which are rich in coal but poor in oil reserves. Synthetic petrol gas line. In view of depleting crude oil reserves, synthetic methods have been developed for the manufacture of petrol. These are one Fischer-Tropsch process. In this process, water gas, a mixture of CO and H2, produced by passing steam over heated coal, is mixed with excess hydrogen and heated at 523 K at 110 bar in the presence of CO or Ni. Under these conditions, a mixture of hydrocarbons is obtained which is distilled by fraction distillation to Bergius process. In this process, finely powdered coal is made into a paste with heavy oil. The paste is then heated in the presence of hydrogen at 873 K at 250 bar using iron oxide as catalyst. The product is fractionally distilled to get the desired products. This process are useful particularly in countries which are rich in coal but poor in oil reserves. സിന്തറ്റിക് പെട്രോൾ ഓർ ഗ്യാസ് ലൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് പെട്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് ആണ്. പെട്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് പറയണേക്ക് മുന്നേ നമുക്ക് കാറ്റലിസ്റ്റ് പറയാം. കാരണം എന്ന് വെച്ചാൽ പെട്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് ഇത്തിരി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്ക് പറയാൻ ടൈം ഉണ്ടോയെന്ന് അറിയില്ല. കാരണം ഇവിടെ മൈക്കില എന്താ പറയുക ചാർജൊക്കെ ഏകദേശം തീരാറായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ മൈക്ക് ഓഫായി പോകാം. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഇനി കാറ്റലിസ്റ്റ് പറയാം. അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ ടൈം അനുസരിച്ച് നമ്മുടെ മൈക്ക് ചാർജ് അനുസരിച്ചാണ് നമുക്ക് പെട്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഒരു എന്താ പറയുക, മൈക്കിൻ്റെ ഒരു ചാർജിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തായാലും ക്ലാസ് എടുത്ത് പോകാം. എന്തായാലും നമുക്ക് 2.5 മണിക്കൂറൊക്കെ മാക്സിമം മൈക്ക് വെച്ച് വീഡിയോ എടുക്കാൻ സാധിക്കുള്ളൂ. ഏകദേശം 2 മണിക്കൂർ ആകാറായി, 2 മണിക്കൂറായി എന്ന് തന്നെ പറയാം. 1/2 മണിക്കൂറും കൂടി ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് പറയാം, കാറ്റലിസ്റ്റ് പറയാം. എന്തായാലും അത്യാവശ്യം ഈ ഫിഗറൊക്കെ ഒന്ന് കാണിക്കേണ്ടി വരും വീഡിയോയിൽ. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ പോകും. നമുക്ക് നോക്കാം കാറ്റലിസ്റ്റ്. A catalyst is a material that is added to a reaction mixture to accelerate the process, but is itself not consumed. Rates may be increased by several orders of magnitude by a small amount of these substances. On a microscopic scale, the catalyst role may be complex, but it has the end results of effectively lowering the activation energy of the reaction. In many cases, reactions that would normally require high temperature can be run at room temperature with a substantial savings in the cost of electricity or heating fuel. In biological systems, many slow processes are enhanced through the use of highly selective biochemical catalysts called enzymes. അപ്പോൾ കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പെട്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് നോക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പെട്രോകെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. The numerous organic chemicals derived from petroleum sources are termed petrochemicals. Petroleum is the most important source of a very large number of organic compounds required for industries. The major hydrocarbons obtained from a petroleum refinery are given in the following flowchart. Methane is the major source of methanol. Formaldehyde, formic acid and halogenated methanes, which include methyl halides, dichloromethane, chloroform, carbon tetrachloride and mixed halides like freons, in addition to acetylene, carbon black and synthesis gas or water gas, CO2 plus H2. Hydrogen from synthesis gas is used for hydrogenation and nitrogen fixation. Ethylene oxide prepared from ethane can be converted into a large number of organic chemicals. Acetone, acetic acid, acetaldehyde, glycols are generally obtained from ethylene or propane, butane and acetylene. A large number of monomers required for making polymers, rubbers and synthetic fibers are also obtained from these hydrocarbons. These monomers include vinyl halides, vinyl acetate, butadiene, isoprene, adipic acid, pyphthalic acid, styrene, hexamethylene diamine, etc. A large number of monomers required for
making polymers. Rubbers and synthetic fibers are also obtained from these hydrocarbons. These monomers include vinyl halides, vinyl acetate, butadiene, isoprene, adipic acid, pyrdalic acid, styrene, hexamethylene, diamine, etc. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, നല്ലപോലെ തന്നെ ദയവേത് ക്ഷമിക്കുക. ഈ ഫിഗറാണ് പറയണത് പെട്രോകെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസിലാ. പെട്രോകെമിക്കൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസിലാ ഫിഗർ 2.15 major hydrocarbons obtained from petroleum refinery. Figure 2.15 major hydrocarbons obtained from petroleum refinery. Acetylene, butane, acetylene, butane, methane, ethane, propane, butane, hydrogen, mixture of lower hydrocarbons, refinery gases, gasoline, petroleum refinery, naphtha, catalytic cracking, aromatization, catalyst, benzene, toluene, exhalants. Figure 2.15 major hydrocarbons obtained from petroleum refinery. Acetylene, butane. Acetylene, butane, methane, ethane, propane, butane, hydrogen, butane. Acetane, butane, methane, ethane, propane, butane, hydrogen, butane. Catalytic cracking, mixture of lower hydrocarbons, refinery gases, petroleum refinery, gasoline, petroleum refinery, gasoline, naphtha, catalytic cracking, gasoline, catalyst, aromatization, benzene, toluene, scalants. ഒരിക്കൽ കൂടി പറയാണ്. Figure 2.15 major hydrocarbons obtained from petroleum refinery. Acetylene, butane, methane, ethane, propane, butane, hydrogen, butane. Acetylene, catalytic cracking, mixture of lower hydrocarbons, refinery gases, petroleum refinery, gasoline, naphtha, petroleum refinery, naphtha, catalytic cracking, gasoline, catalyst, aromatization, benzene, toluene, scalants. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് എനിക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന്
നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കാണ്. ഫിഗർ 2.15 മേജർ ഹൈഡ്രോകാർബൺസ് ഒബ്റ്റൈൻഡ് ഫ്രം പെട്രോളിയം റിഫൈനറി. നമ്മുടെ മൈക്കിൽ കുറച്ച് ചാർജും കൂടി ഉണ്ട്, ഒരുപാട് ടൈം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്. മോളിക്കുലാരിറ്റി. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി, സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കൊക്കെ ദയവേത് ക്ഷമിക്കുക. ഇനി എന്തുമാത്രം എനിക്ക് പറയാൻ പറ്റുന്ന അറിയില്ല, ചിലപ്പോൾ കുറേ ഭാഗത്തൊന്നും സൗണ്ട് ഉണ്ടാവില്ല. അപ്പം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൂടി കിട്ടേണ്ടതായിരുന്നു മൈക്കിലെ ചാർജ്, പക്ഷെ അത് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഓഫായി പോവേണം മൈക്ക്. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്ക് പറയാം. മോളിക്കുലാരിറ്റി എന്തായാലും പറയേണ്ടി വരും. റിയാക്ഷൻ റേറ്റ്സ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആൻഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, കോള്, പിന്നെ നാച്ചുറൽ ഗ്യാസ് ലിക്വിഡ്സ്, CNG ആൻഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG, പിന്നെ ഫോസിൽ ഫ്യൂവൽസ്, സിന്തറ്റിക് പെട്രോളിയം ആൻഡ് സിന്തറ്റിക് ഗ്യാസ്, ലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് സ്റ്റീരിയോയിഡ്സ്, ഓർഡർ റിയാക്ഷൻ, എനർജറ്റിക്സ് ആൻഡ് കെമിക്കൽ ഈക്വിലിബ്രിയം. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ കെമിസ്ട്രി. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചില ഭാഗത്തൊക്കെ ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകം പറയാണ്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും ഇതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.